ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുൾ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുൾ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കണം കേട്ടോ, ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 15 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയ 2 കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ്, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ട സൺഫ്ലവർ ഓയിലാണ്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിത് അടിച്ചെടുത്ത മസാലയെല്ലാം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനും കൂടിയിട്ട് ചിക്കനിലോട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മസാലയൊക്കെ തേച്ച് കൊടുക്കണം. മസാലയെല്ലാം നന്നായി തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ചിക്കന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് കണ്ടോ, ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് തന്നെ നമ്മളെ ചിക്കൻ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. നമ്മൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതുപോലെ ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഫുൾ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടിയിലുള്ള മസാല എല്ലാം ഒന്ന് ചിക്കനിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുൾ ചിക്കൻ്റെ റെസിപ്പിയാണ്. അതുപോലെ സിമ്പിളാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.